ഹായ് ഫ്രണ്ട്സ്, അജിൻ്റെ ബ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഗുരുവായൂർക്ക് പോയിരിക്കുകയായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് നേർന്നു വെച്ചിട്ടുള്ള വഴിപാടുകളാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും നമ്മൾ പറയില്ലേ, നമ്മളതിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ആ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് അത് ആ വഴിപാടുകൾ നടത്താത്ത കാര്യം പല ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ ഭഗവാൻ അങ്ങനെ നമ്മളതിലൊക്കെ വിശ്വസിക്കുന്നതുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭജന ഇരിക്കാനായിട്ട് പോയതാണ്. ഭജന ഇരുന്നു. എന്താ പറയുക, ഉണ്ണിക്കണ്ണൻ്റെ വക ഗുരുവായൂരപ്പൻ എന്താ പോലെ എന്നെ പരീക്ഷിക്കുകയുണ്ടായി. പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പരീക്ഷണമായിരുന്നു. ഞങ്ങൾ തലേദിവസം അവിടെ റൂം എടുക്കാൻ ഞങ്ങൾ ഓൺലൈനിൽ ഞങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞാനത് ക്യാൻസലാക്കി. അതിനുശേഷം എപ്പോഴും എത്താൻ നമുക്ക് തലേദിവസത്തേക്ക് പോകാൻ പറ്റത് അന്ന് തന്നെയാണ് പോകാൻ പറ്റുന്നൊരു കൺഫ്യൂഷൻ വന്നതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു നമുക്ക് അപ്പോൾ പോയിട്ട് ബുക്ക് ചെയ്യാമെന്ന്, റൂം എടുക്കാം, എവിടെ കിട്ടണമെന്ന് വെച്ചാൽ അവിടെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സാധാരണ രുക്മിണി, പുഷ്പാഞ്ജലി അവിടെയൊക്കെയാണ് സാധാരണ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് ബുക്ക് ചെയ്തതിന് ശേഷമാണ് താമസിക്കാൻ പോവാറ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം അങ്ങോട്ടൊക്കെ ഓടി കയറി ചെന്നു. അവിടെ ഒരു ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല. ബുധനാഴ്ച രാത്രിയിലേക്ക് ബുക്കിംഗ് ഉണ്ട്, പിറ്റേ ദിവസത്തേക്ക് ബുക്കിംഗ് ഇല്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു നമുക്ക് എവിടെ താമസിക്കാൻ പറ്റുക, എന്താ ഭയങ്കര വിഷമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്വപ്നാസ് വണ്ടർലാൻഡ് പറഞ്ഞ സ്വപ്നയുടെ അച്ഛനും അമ്മേനെ ഞാൻ പലപ്പോഴും തൃശ്ശൂർ തിരുവമ്പാടിയിലൊക്കെ വെച്ച് കാണാറുണ്ട്. അവരൊക്കെ കണ്ടു. അവരൊക്കെ ഗോവിന്ദലാങ്ങാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ സ്വപ്നേനെ ഒന്ന് നേരിട്ട് കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല കേട്ടോ. അതിനുശേഷം എന്നിട്ട് ഞങ്ങൾ അവിടെ ഫുള്ള് കറങ്ങി. അതിനുശേഷം നമ്മൾ ശ്രീകൃപ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ താമസിക്കേണ്ടായത് കേട്ടോ. അത് രുക്മിണിയിൽ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലാണ്. രുക്മിണിയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അന്ന് അവിടെ ഞങ്ങൾ റൂം എടുത്ത് അവിടെ അങ്ങ് താമസിച്ചു കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ വെളുപ്പിന് ഞങ്ങൾ നിർമ്മാല്യം തൊഴാനായിട്ട് എത്തി. നിർമ്മാല്യം നല്ല രീതിയിൽ അങ്ങ് തൊഴുതു. അതിനുശേഷം ഞങ്ങൾക്ക് ഉള്ളിൽ കയറാനായിട്ട് നമുക്ക് സാധിച്ചു. എന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറി, അതായത് നിർമ്മാല്യം തൊഴുന്ന സമയത്ത് നമ്മൾ ദർശനം ചെയ്തതിന് ശേഷം ഉള്ളിലോട്ട് നമുക്ക് കയറാനായിട്ട് ഉള്ളിൽ പോവുമല്ലോ, ചുറ്റും നാലമ്പലത്തിലേക്ക് കയറി. നാലമ്പലത്തിൽ കയറി നല്ല രീതിയിലൊക്കെ തൊഴുതു. എന്നിട്ട് ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ചു. 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു. 5 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 5:30 ആകുമ്പോഴേക്കും കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ ഫുള്ള് ഈ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ്, അതായത് നമ്മൾ എന്താ പറയുക, ഒറ്റടി പ്രദക്ഷിണ വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റടി പ്രദക്ഷിണ നമ്മൾ നല്ല രീതിയിൽ അത് ചെയ്തു. ഒറ്റടി പ്രദക്ഷിണം ചെയ്തു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് എന്തായിരുന്നു രാവിലെ എണീറ്റപ്പോൾ ഞാൻ തലേദിവസം ഉറങ്ങിയിട്ടില്ലായിരുന്നു. നല്ല സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ ഒരു തരം എന്തോ ഒരു ഭാരം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചേട്ടാ ഫാനും നോക്കിയോ ചേട്ടാ, ഫാൻ്റെ ഒരു ശബ്ദം ഞാൻ മറന്നുപോയിട്ടോ. അപ്പോൾ എനിക്ക് നല്ലപോലെ സ്ട്രെസ് ഫീൽ ചെയ്യുന്നതുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഉറങ്ങാതെ എടുക്കുകയാണ്. എന്താ എനിക്ക് അതിനുശേഷമാണ് നമ്മൾ പോയത്. അപ്പോൾ പോകുമ്പോൾ തന്നെ ഞാൻ ഒരു കിക്കടിച്ചോണായിരുന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു എന്തോ ഒരു സംതിങ്, ഒരു എയർ കൊണ്ടിട്ട് നടക്കില്ലേ നമ്മൾ, തലമ്മ ഒരു ആര് എറിഞ്ഞ പോലെയായിരുന്നു. അപ്പം ഒറ്റടി പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ സൈഡിലേക്കൊക്കെ പോവാം. ഞാൻ കണ്ണ് തുറന്നിട്ടാണെങ്കിൽ എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ ഉറക്കം വന്നിട്ട് വയ്യ. ഞാൻ നല്ല ഉറക്കം, നല്ല ക്ഷീണം, ഇതൊക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്ക് അത് അപ്പോൾ ഞാനത് ഇല്ല, ഉറങ്ങില്ല, നമ്മൾക്ക് പ്രാർത്ഥിക്കണ്ടേ. അത് കഴിഞ്ഞ് ഒറ്റടി പ്രദക്ഷിണം കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ വിഷ്ണുസഹസ്രനാമം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയത്. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് ജപിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ജപിക്കാനായിട്ട് നമ്മളുടെ തുലാഭാര കൗണ്ടറിൻ്റെ അവിടെയാണ് നമ്മൾ ഇരിക്കണത്. അങ്ങനെ അവിടെ ഇരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഇതുണ്ടല്ലോ, ഓരോ പൂജകളുടെ സമയത്ത് നമ്മൾ പിന്നെ നടയിൽ നിന്നിട്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വരികയാണ്. വീണ്ടും വന്നിരുന്ന് ജപിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് ഉറക്കം വരും. അപ്പം എൻ്റെ കൂടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്നേഹമുള്ളവരായിരുന്നു കേട്ടോ. ആ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയില്ലേ, നമ്മുടെ ഒപ്പം നമ്മൾ എവിടെ ചെന്നാലും ഭഗവാന്റെ ഒരു കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. എത്ര പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാൻ നമ്മളെ ഒരുമിച്ച് ചേർത്ത് പിടിക്കും ഈശ്വരൻ. അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ എല്ലാവരും കുറേ ആൻറ്റി അതായത് കൊല്ലത്തുള്ളവരുണ്ടായിരുന്നു, ചാലക്കുടി, തൃശ്ശൂർ, അങ്ങനെ കുറേ ആൾക്കാർ, ഒരു
അവരൊക്കെ എന്നെ നല്ല പൊന്നു പോലെയാണ് സംരക്ഷിച്ചിരുന്നത്. അവർ വെച്ചാൽ അത്രയും അവരും ജപിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നിട്ട് ഇവരൊക്കെ ഇരുന്ന് ജപിച്ചുകൊണ്ട് എൻ്റെ ബുക്കിൽ നോക്കുമ്പോൾ ഞാൻ വായിക്കും അതേപോലെ. അതായത് ഉറങ്ങണം, എനിക്ക് ഉറങ്ങണം, ഇത് മതിയാക്കണം, എനിക്ക് ഇവിടുന്ന് പോകണം, കിടന്ന് ഉറങ്ങണം. എനിക്ക് റൂമിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി പരമാവധി നമ്മളെ പരീക്ഷിക്കാൻ പറയില്ല. അപ്പം ഞാൻ കുറേ പ്രാവശ്യം കൂട്ടുവായി ഇട്ടു കേട്ടോ. കൂട്ടുവായി ഇടുമ്പോൾ എനിക്ക് തന്നെ അയ്യോ കൂട്ടുവായി ഇടുക, ആരും കൂട്ടുവായി ഇടില്ല, ഞാൻ മാത്രം ഇരുന്ന് കൂട്ടുവായി ഇടുക. അപ്പം അത് കഴിഞ്ഞ് ഉറക്കം വരിക. അപ്പം എനിക്ക് അപ്പം സ്ട്രെയിൻ കൂടി. അപ്പം ഞാൻ ജപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മൂലമന്ത്രമൊക്കെ ജപിക്കാനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ജപിച്ച പിന്നെ ഹരേ രാമ എന്ന് ചൊല്ലുകൊണ്ടിരുന്നു. അത് എന്താ പറയുക, പിന്നെ എനിക്ക് ബുക്ക് നോക്കുമ്പോഴേക്കും ഞാൻ അങ്ങനെ കണ്ണടഞ്ഞു പോകും. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രദക്ഷിണം വെക്കാൻ കുറച്ച് നേരം. ഈ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണോ സാധാരണ ഉറക്കം വരുമ്പോൾ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കമൊക്കെ പോവുമല്ലോ. ഇതല്ല, ഞാൻ നടന്നുകൊണ്ട് ഉറങ്ങാണ്. എനിക്കറിയാം, ഞാൻ കണ്ണൊക്കെ തുറന്നു എല്ലാവരുടെയും, പക്ഷേ എൻ്റെ എനിക്ക് ഒരു ഏറ് കിട്ടിയിട്ട് ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഉറങ്ങാണ്. അപ്പോൾ ഞാൻ പ്രദക്ഷിണമൊക്കെ വെക്കൽ കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ 2:30 വരെ ഞാൻ അങ്ങനെ പിടിച്ച് നിന്നുട്ടോ. 2:30 വരെ അങ്ങനെ പിടിച്ച് നിൽക്കണം എനിക്ക്. ഞാൻ അമ്പലത്തിൽ ജപിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ പലപ്പോഴും എഴുന്നേറ്റ് നമ്മൾ പ്രദക്ഷിണം വയ്ക്കും, ഇരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് 3:30 നട തുറക്കും. വൈകിട്ട് 3:30 ആകുമ്പോൾ വീണ്ടും നട തുറക്കും. അപ്പോൾ എന്താ ചെയ്തു, വേഗം ഉറങ്ങാൻ സമയമില്ല എനിക്ക്. ഞാൻ ഇങ്ങനെ അലാം വെച്ചിട്ട് കിടന്നു. അതായത് 3:30 നട തുറക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, 3:27 ആകുമ്പോഴേക്കും അമ്പലത്തിലെത്തി. എന്നിട്ട് അവിടെ നിന്ന് നട തുറന്നു, ആൾക്ക് കഴിഞ്ഞു. അപ്പം എല്ലാവരും പറഞ്ഞു, അപ്പം പിന്നെ അവിടെ ഇരുന്ന് ജപിക്കണം. അങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ 6:45 ശിവേലിയും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ 6:45 തലേ ദിവസം എന്തൊക്കെയോ അവർ അങ്ങനെയാണ് പറഞ്ഞു തന്നത്. അപ്പം ഞാൻ തിരിച്ച് വീണ്ടും റൂമിലേക്ക് എത്തി. 1 hour ഒന്ന് കണ്ണടച്ചിട്ടുണ്ടാവും. ഉറക്കം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിങ്ങനെ കിക്കടിച്ചോണ്ടിരിക്കാം. തിരിച്ച് ഞാൻ വീണ്ടും അത് കഴിഞ്ഞ് 6:30 ആകുമ്പോഴേക്കും ഞാൻ വീണ്ടും ക്ഷേത്രത്തിലേക്ക് വന്നു. ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് വീണ്ടും ഇതന്നെ കുറച്ച് രാവിലത്തെ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും ഒരു അസ്വസ്ഥതയും കാര്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ അത്താഴ ശിവേലിക്ക് ശേഷം അത്താഴ ശിവേലി ഉണ്ട്. ആ ശിവേലിയുടെ സമയത്ത് ഭഗവാനൊക്കെ ഇങ്ങനെ വരണം നേരത്തുണ്ടല്ലോ, എനിക്ക് എൻ്റെ 2 കാലുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനെ ഇരിക്കണം, അത് കഴിഞ്ഞാൽ കെടുക്കണം, ഭഗവാനെ എന്നൊക്കെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനും എനിക്ക് ഇരിക്കണം, കെടുക്കണം. അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തണ്ടല് വേദന എടുക്കുക, നിന്ന് കഴിഞ്ഞാൽ ഈ അരയ്ക്കുന്ന മുട്ടിൻ്റെ അവിടേക്ക് ബലമില്ലാത്ത പോലെ അങ്ങനത്തെ ഒരു അവസ്ഥകളാണ്. അപ്പം എനിക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചു. ദൈവമേ, ഭഗവാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇത് പൂർത്തിയാക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തൊട്ടാ മനസ്സിങ്ങനെ കൈവിടുമോ ഇല്ല. ഇത് വർഷങ്ങളോളം പ്രാർത്ഥിച്ചു വെച്ചിട്ടേ നമ്മൾ പറയില്ലേ, പ്രാർത്ഥന എന്ന് പറയുന്ന പല കാര്യങ്ങൾ നമ്മൾ അതിൽ വിശ്വസിക്കുമ്പോൾ നമ്മളത് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലത്തെ ഓരോരോ അനുഭവങ്ങളാണ്. അങ്ങനെ ഒരുപാട് കഴിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 11 മണിയായി ഇറങ്ങുമ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ കൃഷ്ണാട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് നിന്നില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞു റൂമിൽ വന്ന് വീണ്ടും ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. അന്ന് തന്നെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസമാണ് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് സന്തോഷവും സമാധാനവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു ദൈവാനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം, ആരുടെയൊക്കെ ഒരു സുഹൃതം. അതുകൊണ്ടൊക്കെ അത് നല്ല രീതിയിൽ എന്നാന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെ തലകറങ്ങി വീണാലോ, തലകറങ്ങണ്ടായിരുന്നു എനിക്ക്. എനിക്ക് നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്നെ. അപ്പോൾ അതും ഒക്കെ ഉള്ളത്. പിന്നെ കുറേ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കി. എനിക്ക് ലൈഫിലേക്ക് കുറച്ച് പേരും കൂടി ഞാനങ്ങനെ ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം, ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ അതാ നിങ്ങളോട് ഇപ്പോൾ കഥ പറഞ്ഞിരിക്കണോ. ഇതിപ്പോൾ ഇപ്പം ഈ വന്നതിന് അതിനുശേഷം അങ്ങനെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ രാവിലെ അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. ഇപ്പോൾ അതാ ഞങ്ങൾ ദുരന്ത സിനിമയുണ്ടല്ലോ, നമ്മുടെ
കാണാൻ പോവാണ് കേട്ടോ. നല്ല പടമാണെന്നൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ പോവാണ്. പിന്നെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. ചേട്ടൻ എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് സിനിമകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് പറയാട്ടോ. പിന്നത്തെ വേറെ ദിവസം പറയാം. അതിൻ്റെ റിവ്യൂ പറയാട്ടെ. എന്തായാലും നമുക്ക് എന്തൊക്കെയാ വാങ്ങിച്ചു കൊണ്ട് നിൽക്കണേന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയാലോ. ചേട്ടനെ ഇതാ അൽഫാം കുറേ നാളെയില്ലേ വ്രതത്തിലല്ലായിരുന്നത്, നമ്മൾ നോണൊന്നും കഴിക്കണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതാ കുബൂസ്, മയോണൈസ്, പിന്നെ എന്തൊക്കെയോ സാലഡ്, അൽഫാം മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ഇനിയും കൂടുതൽ വിശേഷങ്ങളുണ്ട്. ഞാൻ റിവ്യൂ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വേഗം വരാം കേട്ടോ. അപ്പോൾ അജിൻ്റെ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ.